എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും പോപ്പുലറായിട്ടുമുള്ള മറ്റൊരു ഓണ വിഭവമാണ് അടപ്രഥമനാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഒടുവിൽ ഒരു സ്ലൈഡിൽ കൊടുത്തേക്കാം. അട ഞാൻ വാങ്ങിച്ചതാണ്. ഇല അണിഞ്ഞ് അട അതൊരിക്കൽ പിന്നെ വിശാലമായിട്ട് ചെയ്യാം. അപ്പം ശർക്കര ഒന്ന് ഉരുക്കി അത് അരിച്ചൊഴിക്കണം. ഞാനത് പല റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം ഉരുളിയൊക്കെ അതിൻ്റെ സ്ഥലത്ത് തന്നെ ആസനസ്ഥനായിട്ട് ഇരിപ്പുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് അട വേവിക്കുന്നതാണ്. അപ്പോൾ വെള്ളം നല്ല കറക്റ്റായിട്ട് തിളച്ച് നിൽക്കുകയാണ്. അപ്പം നീളമുള്ള അടയാണെന്ന് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കണം. മക്കലരി അട കിട്ടിയില്ല, ഇത് പച്ചരി കൊണ്ടുള്ളതാണ്. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഈ അട ഇടണം. ഇതൊരു 200 ഗ്രാം അടയാണുള്ളത്. അപ്പം ഞാനൊരു 1.5-2 ലിറ്റർ വെള്ളമുണ്ട്. വെള്ളം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറഞ്ഞാലേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് അടയിടാം. ഇനി അതിനുശേഷം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഈ അട ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ അട ഒരു മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കണം. നന്നായിട്ട് വേകും. ഇനിയും നമ്മൾ തീ വേണ്ട, ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതിന് ചെറിയൊരു ലിഡിനൊരു ഹോൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് എയർ പോകാതെ അത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ എയർ ടൈറ്റായിട്ട് 1 മണിക്കൂർ അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടല്ല നമുക്കൊന്ന് വറുത്തിട്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ഇത് മാത്രം ഇട്ടാൽ മതി, പറഞ്ഞണ്ടി മാത്രം. പിന്നെ ചിലപ്പോൾ ഞാനത് ചൗരി ഇടാറുണ്ട്. പക്ഷേ ഇത് ഞാൻ വളരെ ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ വളരെ ട്രഡീഷണലായിട്ടുള്ള അടപ്രഥമൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഇതിങ്ങനെ മൂക്കാൻ തുടങ്ങുന്ന ഉടനെ അതങ്ങ് ഓഫ് ചെയ്യണം തീ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതങ്ങ് കോരിയെടുക്കാം നമുക്ക്. അപ്പം ഏകദേശം 1 മണിക്കൂറോളമായി. ഇത് വെന്തോന്നൊന്ന് നോക്കാം. അട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്. ഇനി ഇത് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കുറച്ച് വെള്ളത്തിനകത്ത് ഞാൻ എടുത്തു വെച്ച അട അരിച്ചു വെച്ച് അതിൽ നിന്ന് അരിച്ചെടുത്തതാണ്. അത് നന്നായിട്ടിട്ട് കഴുകിയതിന് ശേഷം ഇതേ കോരിനകത്ത് തന്നെ ഞാൻ അത് വെള്ളം വാലാനായിട്ട് വെക്കാൻ പോവാണ്. അട ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉണക്കലരിയുടെ അട കിട്ടുമെങ്കിൽ അത് വാങ്ങുക. എനിക്കത് കിട്ടിയില്ല, അതാണ് ഇതിനെക്കാട്ടും നല്ലത്. അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെള്ളം തോരാനായിട്ട് അവിടെ വെച്ചേക്കും. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ കുറച്ച് വെള്ളം കുറച്ചാണ് ചെയ്തത്. കാര്യം അല്ലേ ഇത് പിന്നെ പറ്റിക്കാൻ പോകണം. ഈ ശർക്കര ഒന്ന് ഇളക്കി, ശർക്കരക്കകത്ത് വെള്ളം കുറച്ചുകൂടെ ഒന്ന് പോകത്തക്കവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര ഒന്ന് പറ്റണം. പിന്നെ അത് നിങ്ങൾ ഉരുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ അങ്ങ് ഉരുക്കരുത്, പിന്നെ വെള്ളം പറ്റിക്കാൻ പോകണം. ഇങ്ങനെ ഈ ശർക്കര അങ്ങനെ പതയാൻ തുടങ്ങുന്നുടനെ അടയിടാം. അടയ്ക്കുണ്ടല്ലോ, വെള്ളം പിടിക്കാതെ ആ ശർക്കരക്കകത്തേക്ക്, ശർക്കര അടയിലേക്ക് നന്നായിട്ട് മയങ്ങി ചേരണം. ഇത് പറ്റി വരുന്ന മുറയ്ക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു വേവിക്കും. അതങ്ങനെ കുറുകിയും നന്നായിട്ട് അട മയങ്ങി വരണം എന്നാണ് അതിൻ്റെ കണക്ക്. വേറെ ഇങ്ങനെ വെള്ളവും ഇതും പോലെ കിടക്കാതെ നന്നായിട്ട് അതിലേക്ക് ചേരണം, അലിഞ്ഞ് ചേരണം. ഇത് അടയ്ക്കകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് വേവിച്ച അടയല്ലേ, അപ്പോൾ അടയ്ക്കകത്ത് വെള്ളമുണ്ട്. അടയ്ക്കകത്തെ വെള്ളമെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി വരുമ്പോഴാണ് ഇനിയും തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. അടി പിടിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാൽ മതി. ഇതിങ്ങനെ ശർക്കരതെ പറ്റി വരികയാണ് അടയുമായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി, നെയ്യും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ട് ചേരാനായിപ്പം അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ട്, ഇപ്പം കായിട്ട് വന്നിട്ടുണ്ട്. അടയിൽ ശർക്കര പിടിച്ചിട്ട്. പക്ഷേ ഇനി ഇത് വേകാനുണ്ട് കുറച്ചുകൂടെ, അതായത് നന്നായിട്ട് മയങ്ങി ചേരാനുണ്ട്. അപ്പോൾ നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ അട വേവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, വെള്ളം തിളച്ചിട്ട് നമ്മൾ അട ഇടുമല്ലോ അതിനകത്തേക്ക്. അപ്പോൾ ഇത് ഇടുന്ന ഉടനെ തന്നെ നിങ്ങളത് ഇളക്കണം കേട്ടോ. അതല്ലെങ്കിൽ അട ഒട്ടിപ്പിടിച്ച് പോവും, അല്ലെങ്കിൽ നമ്മുടെ അടപ്രഥമൻ്റെ പണി പാളും. ഇപ്പം നന്നായിട്ട് കൊഴുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് 2ാം പാൽ ഒഴിക്കാം. കാരണം അത് കുറുകുന്ന മുറയ്ക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം ഇതിന് കേട്ടോ. തേങ്ങാപ്പാലും നെയ്യും ആണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് കുറുകി വരും, പിന്നെയും 2ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഒഴിച്ച 2ാം പാലും ഇങ്ങനെ പറ്റി വരുന്ന ഉടനെ നമ്മൾ അടുത്ത കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം 2ാം പാലിനകത്ത് വെള്ളം വറ്റുന്നതോടൊപ്പം തന്നെ അട നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇത് ഇങ്ങനെ അട മയങ്ങി വരികയാണ്. എൻ്റെ ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ 2ാം പാലുണ്ട്, അത് ഞാനങ്ങ് ഒഴിക്കുക. ഇനി 1ാം പാൽ ഇരിപ്പുണ്ട്, അത് ഒഴിക്കണം. ഇതിന് ശരിക്കും അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടാൽ മതി. പരമ്പരാഗതമായിട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി ഏലക്കായും ജീരകവും ഇടുന്നെങ്കിൽ അത് 2 മാത്രം മതി, വേറെ അധികമായിട്ടൊന്നും ഇടരുത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. 1ാം പാലിനകത്ത് ഒന്ന് കലക്കി വയ്ക്കുക, കട്ട പിടിക്കാതെ കലക്കി വയ്ക്കുക. ഈ പ്രാവശ്യം വേണമെങ്കിൽ ഇതൊന്നും, ഈ ഏലക്കായും ഒന്നും ഇല്ലാതൊന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം, അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള നല്ല ടേസ്റ്റാണത്.
നല്ലപോലെ തേങ്ങാപ്പാൽ പക്ഷേ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. പാലെല്ലാം ഒഴിച്ച് ഇതിപ്പം അതിൻ്റെ ഒരു കൊഴുപ്പ് വന്നതുപോലെ കണ്ടോ. ആദ്യം കിടന്ന പോലെ അട വേറെ വേറെ ആയിട്ട് കിടക്കുകയല്ല, അതിനകത്ത് തന്നെ അങ്ങ് മയങ്ങി കിടക്കുകയാണ്. അപ്പം ഈ സമയത്ത് ജീരകവും ഏലക്കയും കൂടെ കലക്കിയത് ഒഴിക്കുക. ഏതായാലും ഒഴിച്ചില്ലേ, അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടത് ഒരു 2 മിനിറ്റ്. ഇനി ക്ലോസിങ് സെറമണീസാണ്. കുറച്ച് ഗീ ഒന്ന് ഇളക്കി ചേർക്കുക. പായസം മയങ്ങിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം വന്നെങ്കിൽ വെള്ളത്തിൽ കല്ല് പെറുക്കിയിട്ട പോലെ അട വേറെ വേറെ ആയിട്ട് കിടക്കുമായിരുന്നു. ഓരോ പ്രാവശ്യം ഇത് പറ്റി വരുന്ന ഉടനെ വേണം കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് വേവിക്കരുത്. അപ്പോഴത്തേനും നന്നായിട്ട് ഒരു പ്രോസസ്സാണത്. അപ്പോഴത്തേനും നന്നായിട്ട് അതങ്ങ് മയങ്ങി ചേർന്നോളൂ. ഞാനതിൻ്റെ തീ നന്നായിട്ട് കുറച്ചു. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ എത്ര കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പായസം കുറുകിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കാം. മറയൂർ ശർക്കരയുടെയാണ് നല്ല കളറ്. നല്ല ശർക്കര ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല അടയും. നമ്മുടെ പായസം റെഡിയാണ്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ മതി, തിളപ്പിക്കരുത് വെച്ച്. നല്ലപോലെ ഒന്ന് ആവി വന്നാൽ മതി. പിന്നെ ഇത് ഇരിക്കുമ്പം കുറച്ചുകൂടെ അതൊന്ന് കട്ടിയാകും. അഥവാ കട്ടിയാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. വെള്ളം ഒഴിക്കരുത്. ചെറുതായിട്ട് ആവി വരുന്ന കാണാമല്ലോ. അപ്പം ഞാനിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. തിളയ്ക്കണ്ട. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പറഞ്ഞില്ലേ അടപ്രഥമൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റായി. പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.